ആദർശബദ്ധിതമായ വെളിച്ചമുള്ള പാതയിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ സഞ്ചരിച്ചു വന്നിട്ടുള്ളത്. ആ സഞ്ചാരത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശപരമായി വ്യതിചരിച്ചു പോയ ഒരു വിഭാഗമാണ് മർക്കസുദ്ദാവയിലെ സഹോദരന്മാർ. ഈയിടെയായി മുജാഹിദ് പാരമ്പര്യം തങ്ങൾക്കാണെന്നും ബാക്കിയുള്ള എല്ലാവരും ശിർക്കിലാണ്, തൗഹീദിൽ പിഴവ് സംഭവിച്ചവരാണ് എന്നൊക്കെ അവർ കാര്യമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന അതിൻ്റെ ഒന്നാമത്തെ തീയതി മുതൽ ഒന്നാമതായി പറഞ്ഞു വരുന്ന തൗഹീദിൻ്റെ വിഷയത്തിൽ തന്നെ വളരെ ഗുരുതരമായ പിഴവുകൾ ഈ സഹോദരന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, സമസ്തക്കാരുമായി നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ വിഷയം, ആരാധനയുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു സൃഷ്ടിക്കും, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ആരായിരുന്നാലും അവർക്കൊന്നും അബൗദ്ധികമായ കഴിവുകൾ ഇല്ല എന്നതാണ് ഈ കാലഘട്ടം വരേക്കും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിൻ്റെ കാതലായ വശം. മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ല എഴുതിയ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളിൽ ഒരാൾക്കും അബൗദ്ധികമായ കഴിവുകളില്ല എന്നതാണ്. പക്ഷേ ഈ ഒരു തൗഹീദിൽ, അതിൻ്റെ ആണിക്കല്ലിൽ അവർ മാറ്റം വരുത്തുകയാണ്. അവർ മാറ്റം വരുത്തി എവിടേക്കാണ് പോയിട്ടുള്ളത്? എന്താണോ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സൂഫികളുടെ പിഴച്ച സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ആശയത്തിലേക്ക് തന്നെയാണ് അവർ ചെന്നെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ശബാബ് വാരികയിൽ 2013 ജൂലൈ മാസത്തിലെ ശബാബ് വാരികയിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ? ഇക്കാലം വരേക്കും മുജാഹിദുകൾ പഠിപ്പിച്ചിരുന്ന അഭൗതിക ശക്തി അല്ലാഹു മാത്രം എന്നതാണ്. പക്ഷെ ഇപ്പോൾ ശബാബുകാരന് സംശയം തുടങ്ങിയിരിക്കുന്നു. അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ എന്നാണ് ചോദ്യമുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി അബൗദ്ധികമാണ്, അതിൽ സംശയമില്ല. അതേ സമയത്ത് അല്ലാഹുവിന് മാത്രമല്ല അബൗദ്ധിക ശക്തിയുള്ളത്, മലക്കുകൾക്കും ജിന്നുകൾക്കുമൊക്കെ അബൗദ്ധികമായ ശക്തിയുണ്ട് എന്ന് സ്ഥാപിക്കലാണ് ആ വാദം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വാദം ആരുടേതാണ്? ഒന്നാം തീയതി മുതൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദമാണിത്. എന്നു മാത്രമല്ല, സൂഫികളുടെ ആചാര്യന്മാർ ഈ കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദർശം കൂടിയാണിത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ AP സമസ്തയിലെ ഒരു പണ്ഡിതന്റെ വാചകം നിങ്ങൾ ആദ്യമായി കേൾക്കുക. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇത് മുജാഹിദുകൾക്ക് മറുപടി ആയിക്കൊണ്ട് അയാൾ പറഞ്ഞതാണ്. മുജാഹിദുകളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അതേ വാദം ഷബാബിലൂടെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മുജാഹിദുകൾ ഗണ്ണിച്ചു പറഞ്ഞ അതേ വാദം അബൗദികമായ ശക്തിയും കഴിവുകളും കാര്യകാരണബന്ധത്തിന് അതീതമായിക്കൊണ്ട് സഹായിക്കാനുമൊക്കെയുള്ള കഴിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഖുറാനിലില്ല, അത് ഖുറാനെതിരാണ് എന്ന് വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. ഇതാണ് ആയത്ത്. ഇത് നമ്മൾ പല സ്ഥലത്തും വിമർശിച്ചപ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങൾ അബൗദികമാണ് എന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചു. അപ്പോൾ അങ്ങനെ പിശാച് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാലും ശിർക്കല്ലേ? അതിന് ഈ മർക്കസ് ദഅവയിലെ അലിമദിന് നൽകിയ മറുപടി എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകൾ ജീവിപ്പിച്ചിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള കഴിവ് ഈസാ നബിക്കുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. ഈസാ നബി ഖും എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് അയാൾ ജീവിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ. എന്നാൽ പിശാച് വസ്വാസ് ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവർക്ക് വാദമുണ്ടോ? യഥാർത്ഥത്തിൽ പറഞ്ഞു തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് സമസ്തക്കാർ പറയുന്ന ആശയത്തിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, നമുക്കറിയാം സമസ്തക്കാരുടെ രണ്ടാമത്തെ വാദം എന്താ? അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളെ വ്യാഖ്യാനിക്കാം. അത് നിഷേധിക്കുന്നവരാണ് സമസ്തക്കാർ. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽക്കു തന്നെ അമാനി മൗലയുടെ തഫ്സീറിലൂടെയും അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്ന KP-യുടെ പുസ്തകങ്ങളിലൂടെയുമൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. അത് മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുന്ന നിലപാടാണ്. എന്താണത്? അന്നൽ മസ്ലക്കൽ അസ്ലം ഫീ ദാലിക, അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളിലുള്ള ഏറ്റവും സുരക്ഷിതമായ നിലപാട് എന്താണ്? ത്വരീഖത്തു സലഫ്, നമ്മുടെ മുൻഗാമികളുടെ നിലപാടാണ്. അത് ഇംറാറു മാ ജാഅ ഫീ ദാലിക മിൽ കിതാബി വസ്സുന്ന മിൻ ഗൈരി തകീഫിൻ വലാ തഹരീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅതീലിൻ വലാ തംസീൽ. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അത് വ്യാഖ്യാനമില്ലാതെ, രൂപം പറയാതെ, നിഷേധിക്കാതെ, അതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്താതെ അങ്ങനെ തന്നെ അംഗീകരിക്കണം. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്ന് പറയണം. മനുഷ്യന്മാർ ഇറങ്ങുന്നത് പോലെ പറയാൻ പാടില്ല, ഉദാഹരണം പറയാൻ പാടില്ല. പക്ഷെ സമസ്തക്കാർ ഇത് അംഗീകരിക്കൂല. പേരോട് മുസ്ലിയാർ പണ്ട് വാഴക്കാട് ഗണന പ്രസംഗം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹദീസ് മുജാഹിദുകൾ ഉദ്ധരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇറങ്ങാനല്ലേ നേരണ്ടാകുള്ളൂ, കയറാൻ നേരണ്ടാകോ എന്ന് സമസ്തക്കാരുടെ വേദികളിൽ നിന്ന് നമ്മൾ കേട്ട അതേ ശബ്ദം തൗഹീദ് പിഴച്ച സന്ദർഭത്തിൽ മർക്കസു ദഅവയുടെ സഹോദരന്മാരിൽ നിന്നും ഷബാബിലൂടെ നമ്മൾ വായിക്കേണ്ടി വരികയാണ്. എത്ര ഗുരുതരമായ ആദർശ വ്യതിയാനമാണിത്! തൗഹീദിന്റെ നിർവചനത്തിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ അസ്മാവ സിഫാത്തിന്റെ വിഷയത്തിൽ വരെ ഗുരുതരമായ വ്യതിയാനങ്ങൾ സംഭവിച്ചു. എന്താണ് ഷബാബിൽ എഴുതിയത്? രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്തൊരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടായിരിക്കുകയില്ല. ഇത് സമസ്തയുടെ പ്രസിദ്ധീകരണമല്ല, ഷബാബിൽ വന്നതാണ്. തൗഹീദിൽ പിഴച്ചു പോയിട്ടുണ്ട്. ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ ചെയ്യണം സഹോദരന്മാരെ. നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിലുണ്ടല്ലോ. ഇത് തൗഹീദിൽ വലിയ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ നസീഹത്തോടുകൂടി പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ വാദം സമസ്തക്കാരുടേത് മാത്രമല്ല, ചേകനൂർ മൗലവി അദ്ദേഹത്തിൻ്റെ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് കാണാം. ഇറങ്ങി വരുമെന്നോ കയറിപ്പോകുമെന്നോ ഉള്ള ഇത്തരം അസംബന്ധങ്ങളടങ്ങിയ വാർത്തകളൊന്നും അന്ന് വരെ ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല.
അള്ളാഹുവിനെ കുറിച്ച് ഒരു മുഅ്മിനും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടുള്ളതല്ല. ചേകനൂർ മൗലവി, ആ ചേകനൂർ മൗലവി പറഞ്ഞ ആശയം എങ്ങനെയാണ് സഹോദരന്മാരെ ശബാബിൽ കടന്നുകൂടിയത് എന്ന് മർകസ് ദഅവയുടെ സഹോദരന്മാർ വളരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. ഇനി മൂന്നാമത്തെ വിഷയം നമുക്കറിയാം. ഇവിടെ സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ പണ്ടേ തർക്കമുള്ള, അല്ലെങ്കിൽ മുജാഹിദുകൾ മറുപടി പറഞ്ഞിരുന്ന വിഷയമാണ്. സമസ്തക്കാരെ അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ യാ ഇബാദല്ലാഹ് അയ്യിനൂനി എന്ന ഹദീസ് കൊണ്ടുവരും. അന്ന് കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്തൊരു മറുപടിയുണ്ട്. ഈ നിമിഷം വരെ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ പ്രസംഗിച്ച് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട്. അത് ഉമർ മൗലവിയുടെ സൽസബിലേക്ക് ചോദ്യം വന്നു. 971 ആഗസ്റ്റ് മാസത്തിൽ ആ ചോദ്യത്തിന് മഹാനായ ഉമർ മൗലവി കൊടുത്തൊരു മറുപടിയുണ്ട്. ബഹുമാന്യരായ മർകസ് ദഅവയുടെ സഹോദരന്മാരോടും KNMന്റെ സഹോദരന്മാരോടും നമ്മൾ പറയുന്നു, ഈ മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി സൽസബിൽ പ്രസിദ്ധീകരിച്ച മറുപടി, ആ മറുപടിയിൽ ഇന്നും മുജാഹിദുകൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ മർകസ് ദഅവയിൽപ്പെട്ട സഹോദരന്മാർക്ക് ഈ മറുപടി എന്ന് പറയാൻ കഴിയുന്നില്ല. അത് ശിർക്കാണ്, ഉമർ മൗലവി പറഞ്ഞത് തെറ്റാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ആദർശത്തിൽ പഴിച്ചിട്ടുള്ളത്? അപ്പോൾ സമസ്തക്കാർ കൊണ്ടുവന്ന തെളിവ് പ്രമാണമാണെന്നാണോ നിങ്ങളുടെ വാദം? അതല്ലതിൽ പ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടെന്നാണോ? മുജാഹിദുകൾ പറഞ്ഞു ആ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് തെളിവാക്കാൻ പറ്റുകയില്ല. ഇനി സ്വഹീഹായാൽ തന്നെയും അതിൽ പ്രാർത്ഥനയില്ല. ഇത് ഉമർ മൗലവി മാത്രമല്ല, എൻ്റെ കയ്യിലുള്ളത് ശബാബ് വാരികയാണ്. 2001 ശബാബ് വാരികയിൽ വന്ന മറുപടി എന്താണ്? കലിമത്തുള്ളയും ഇബാദുള്ളയും ശിർക്കിന് തെളിവോ? അഊദു ബി കലിമാത്തില്ലാഹി താമ എന്ന് പറയുന്ന ഹദീസും യാ ഇബാദല്ലാഹ് എന്ന് പറയുന്ന ഹദീസും. ഇതിന് മറുപടി കൊടുത്ത ബഹുമാന്യനായ ചെറിയ മുണ്ടം റഹിമഹുല്ലാ നമ്മൾ പറയുന്നു, ഈ ശബാബിൽ വന്ന മറുപടിയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഡിറ്റ് ചെയ്യേണ്ട ഒന്നുമില്ല. പക്ഷെ ഈ ശബാബ് പുനഃപ്രസിദ്ധീകരിക്കാൻ, ഈ ശബാബ് അടുത്ത ലക്കത്തിൽ ശബാബിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ മർകസ് ദഅവക്കാർക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി നമ്മളിവിടെ ചോദിക്കുകയാണ്. എന്താണ് മഹാനായ ചെറിയ മുണ്ടം കൊടുത്തത്? അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 10-ാം വാളി 48-ാമത്തെ പേജിൽ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് 2 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത്. അഹ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴിതെറ്റിയപ്പോൾ യാ ഇബാദല്ലാഹ് ദല്ലൂനി അൻ തരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു വന്നാണ് ഉള്ളത്. അള്ളാഹുവിൻ്റെ ദാസന്മാരെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണമെന്ന അഭ്യർത്ഥനയാണ്. അബൗദികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് തന്നെയാണ് മുജാഹിദുകൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് മർകസ് ദഅവക്കാർ തെറ്റി, അവർ പറഞ്ഞു ശിർക്കാണ്. അതുപോലെ തന്നെ KNMന്റെ സഹോദരന്മാരും പറഞ്ഞു ശിർക്കാണ്. തൗഹീദിൽ വ്യതിയാനം വന്നതുകൊണ്ടാണ് മാറ്റി പറയേണ്ടി വന്നത്. ഇനി നാലാമത്തെ വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ, ഈ തഫ്സീർ അംഗീകരിക്കാത്ത ആരാണ് മുജാഹിദുകളിലുള്ളത്? സമസ്തക്കാർ വരെ അംഗീകരിക്കുന്ന തഫ്സീറാണിത്. പല സമസ്തക്കാരുടെയും പള്ളിയിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെയും പള്ളിയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെയും പള്ളിയിൽ, മുജാഹിദുകളുടെ എല്ലാ വിഭാഗത്തിൻ്റെയും പള്ളിയിൽ ഈ തഫ്സീറുണ്ട്. കാരണം ഈ തഫ്സീറിന് അവതാരിക എഴുതി കൊടുത്ത മഹാനായ KM മൗലവിയാണ്. അദ്ദേഹം ഒരുപാട് ഭാഗങ്ങളത് പരിശോധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് KP മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി പരിശോധിച്ചിട്ടുണ്ട്. കേരളം കണ്ട മഹാപണ്ഡിതന്മാരായ PK മൂസ മൗലവിയും അലവി മൗലവിയും അമാനി മൗലവിയുമാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുലപതികളായ ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ. പക്ഷെ ഇപ്പോൾ മർകസ് ദഅവക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തഫ്സീറിന് മറുപടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, അതിൻ്റെ ആദർശവും നിലപാടുകളും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി വിശദീകരിച്ച ഈ തഫ്സീറിനെ ഗണ്ഡനമെഴുതിക്കൊണ്ടിരിക്കുകയാണ് മർകസ് ദഅവക്കാർ. പാരമ്പര്യമാരുടേതാണ്. നോക്കൂ, എൻ്റെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആൻ വിവരണം എന്ന് പറയുന്ന
മർക്കസ് ദഅവക്കാർ കരിപ്പൂർ സമ്മേളനത്തിൽ പുറത്തിറക്കിയ തഫ്സീറാണ്. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താണോ എഴുതിയത് അതിന് നേരെ ഖണ്ഡനം. ഒരൊറ്റ ഉദാഹരണം ഞാൻ മാത്രം വായിക്കാം. സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് ബഖറയിലെ 102 ആയത്ത് വിശദീകരിക്കുമ്പോൾ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകത്തെ ശക്തമായി ഗണ്ണിക്കുന്ന വാചകം എന്ന് മാത്രമല്ല, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അമാനി മൗലവി പറഞ്ഞത് എന്താ? അള്ളാഹു സുബ്ഹാനഹു ഇതിൽ അറബിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അറബി ഇല്ലാതെ തഫ്സീർ വിശദീകരിക്കാൻ പറ്റുന്നത് അത് വേറെ വിഷയമാണ്. എന്നാൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ആ 102 ആയത്തിന് കൊടുത്ത അർത്ഥം ഞാൻ അതൊന്ന് വായിക്കാം. എന്താണത്? അതിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. 102 ആയത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിന് അമാനി മൗലവി കൊടുത്ത വിശദീകരണം ആദ്യ പരിഭാഷ ഞാൻ വായിക്കാം. വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. ഇതാണ് അമാനി മൗലവിയും ചെറിയ മുണ്ടവും പറപ്പൂരും ഒക്കെ കൊടുത്ത പരിഭാഷ. എന്നാൽ ഈ പരിഭാഷയിൽ ശരിക്കും ശ്രദ്ധിച്ചോളി. മർക്കസ് ദഅവക്കാർ ഇതൊന്നും വാശിക്കും വക്കാണത്തിനും പറയില്ല. അള്ളാന്റെ ഖുർആനിൽ പോലും കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മുജാഹിദ് പാരമ്പര്യത്തിൽ നിങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു. തെളിവാണ് സൂചിപ്പിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്താണ് അമാനി മൗലവി കൊടുത്ത വിശദീകരണം? വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. ഇതിൽ കൊടുത്ത് കേട്ടോളൂ. ഇത് അർത്ഥം കൊടുക്കണം. സോളമൻ നബിയുടെ രാജവാഴ്ചയെപ്പറ്റി യഹൂദ നേതാക്കളായ പിശാചുക്കൾ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു. സഹോദരന്മാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചോളൂ, എവിടെയാണ് യഹൂദ നേതാക്കൾ എന്ന് അള്ളാന്റെ ഖുർആനിലുള്ളത്? ഖുർആനിലുണ്ടോ? യഹൂദ നേതാക്കൾ എന്നുള്ള ഏത് വാചകമാണ് ഖുർആനിലുള്ളത്? അള്ളാന്റെ ഖുർആനിൽ പേര് കളവറിയല്ലേ ഇത്? വത്തബഉ മാ തത്ലു ശയാത്തീൻ എന്ന് അമാനി വലി കൊടുത്തത് രാജവാഴ്ചയെ പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു എന്നതിനെ യഹൂദ നേതാക്കളായ പിശാചുക്കൾ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു. വിശദീകരണമല്ല, അർത്ഥം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. തീർന്നോ? തീർന്നില്ല. ഇനി മാത്രമല്ല, ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകൾക്ക് ആഭിചാരം ഇറക്കിയതിനെ സംബന്ധിച്ച് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത്ത് മാറൂത്ത്, ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി. അമാനി മൗലവിയും ചെറിയ മുണ്ടവും പറപ്പൂരും. പക്ഷെ മുജാഹിദികൾക്ക് മറുപടിയായിട്ട് ഇറക്കിയ പുസ്തകത്തിൽ കാണാം, ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് 2 മലക്കുകൾക്ക് ആഭിചാരം ഇറക്കിയിട്ടില്ല. അമാനി മൗലവി പറഞ്ഞു ഇറക്കി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നു. മലയാളത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ തന്നെ ഇനി അവർ പറയാണ്, ഇവിടെ ഇതിനെ വ്യാഖ്യാനത്തിൽ പറയാണ്, ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് കാര്യകാരണങ്ങൾ അപ്പുറത്ത് ഉപകാരമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമാണ് എന്ന ഖുർആനിന്റെ അടിസ്ഥാന ആദർശത്തോട് യോജിക്കുന്നതാണ് ഈ അർത്ഥകൽപ്പന. ഇപ്പൊ അമാനി മൗലവി കൊടുത്ത അർത്ഥകൽപ്പന എന്തല്ല? ഖുർആനിന്റെ ആശയങ്ങളോട് യോജിക്കുന്നതല്ല. മുജാഹിദുകൾ ശരിക്കും ചിന്തിച്ചോളി. മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗുകാർക്കും കേരളത്തിലെ ഒരു മുസ്ലിമിനും തർക്കമില്ലാത്തതാണ് അമാനി മൗലവിയുടെ തഫ്സീർ. പക്ഷെ ആ തഫ്സീറിൽ ഇപ്പോൾ ചില ആളുകൾക്ക് സംശയം വന്നിരിക്കുന്നു. അവരാണ് മർക്കസ് ദഅവയുടെ സഹോദരന്മാർ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചോളി. വിശ്രക്കാരുള്ള വിരോധമൊക്കെ മനസ്സിൽ നിന്നോട്ടെ. ഇത് പരലോകം നഷ്ടപ്പെടും സഹോദരന്മാരെ. അള്ളാന്റെ ഖുർആൻ കൊണ്ടാണ് കളിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ കൊണ്ടാണ്. ഈ പരിഭാഷ കേരളത്തിൽ അധികകാലം നിലനിൽക്കാൻ മുജാഹിദുകൾ സമ്മതിക്കുകയില്ല. നിങ്ങൾക്കിത് പിൻവലിക്കേണ്ടി വരും. കാരണം ലോകത്ത് ആകാശത്തിന് മുകളിൽ ആകാശത്തിന് ചുവട്ടിൽ ഒരു മുജാഹിദും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഈമാനുള്ള പടച്ചവനെ പേടിയുള്ള ഒരു മുജാഹിദും. ഇത് ഞാൻ പറയുന്നു, ഇത് ആരുടെ പാരമ്പര്യമാണ് സഹോദരന്മാരെ? ഇതാരുടെ പാരമ്പര്യമാണ്? തീർന്നിട്ടില്ല. ഇതിന്റെ പിന്നെ സൂറത്തു നാസിന്റെ വിശദീകരണം, സൂറത്തു ഫലഖിന്റെ വിശദീകരണത്തിലും അമാനി മൗലവി കൊടുത്ത വിശദീകരണത്തിന് ആ രൂപത്തിലല്ല വിശദീകരിച്ചിട്ടുള്ളത്. സിഹിറിനെ നിഷേധിക്കുന്ന വിശദീകരണങ്ങൾ ഈ തഫ്സീറിലുണ്ട്. അമാനി മൗലവി ഒരു സ്ഥലത്തും സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിഷേധിക്കുന്ന തഫ്സീർ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഴുവനും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാൻ ഞങ്ങൾക്കുമാണ് മുജാഹിദ് പാരമ്പര്യം. ഈ തഫ്സീർ അംഗീകരിക്കാത്ത,
അമാനി മൗലവിയുടെ തഫ്സീർ അംഗീകരിക്കാത്ത എന്ത് പാരമ്പര്യമാണ് ഏത് മുജാഹിദികൾക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓനെന്ത് മുജാഹിദ? ശരിക്കും നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇത് മാത്രമല്ല, ഇവിടെ വൈസം മൗലവി പറഞ്ഞ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം, ഈ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം ഇപ്പം തള്ളാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട അലി മദനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സംസാരം നിങ്ങൾ കേട്ടോക്കും. പിന്നെ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം പറയുമ്പോൾ നമ്മളവിടെ വളരെ കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയതല്ല. മാത്രമല്ല, ഈ ഗ്രന്ഥം ഒരു മുജാഹിദ് പണ്ഡിതനും എന്ത് ചെയ്തിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. അമാനി മൗലവിയുടെ അല്ലെങ്കിൽ മുജാഹിദുകൾ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പരിശോധിക്കാറുണ്ട്. ഇത് അൽഹുദയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എന്താ പറഞ്ഞത്, ഇത് അമാനി മൗലവി ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയല്ല, പിന്നെ അമാനി മരിച്ചിട്ട് എഴുതിയത്. അപ്പം ഈ ഇതിലുള്ള കാരണം മുജാഹിദ് പണ്ഡിതന്മാർ എഴുതി വെച്ചതൊന്നും ഇപ്പം ഇവർക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. അപ്പം പിന്നെന്താ, അത് അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് പറയാൻ കഴിയില്ല. അപ്പം ഇസ്ലാമിക ജീവിതത്തെ പറ്റി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ അമാനി മൗലവിയുടെ കുടുംബക്കാരൊക്കെ, ഈ അൽഹുദ ബുക്ക് സ്റ്റാളിനെതിരെ ഒരു കേസ്, ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഉണ്ടോ? വെറുതെ അങ്ങോട്ട് തട്ടിവിടന്നെ. തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്തൊരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താ? ഒരു വക്കീൽ നോട്ടീസ് അയക്കുക. തയ്യാറുണ്ടോ? മാത്രമല്ല, ഇതിന്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണിത്. മൗലവിയുടെ നിര്യാണ ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകിയത്. ഉണ്ടോ? അമാനി മൗലവി മരിച്ചതിന് ശേഷം എഴുതിയല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചതാണ്. പക്ഷെ മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും ഉണ്ട്. കാരണം കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട കഥയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൂടി വായിക്കുക. കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസ് നാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും, നേരത്തെ ഇവിടെ ഫൈസൽ മൗലവി വായിച്ച അതേ വാചകം അമാനി മൗലവി എടുത്തു കൊടുക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെടാൻ ചില ആളുകളാണ് കണ്ണേർ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിഷേധത്തിന് ഇത് വലിയ അടിയാകുന്നുണ്ട്. അപ്പോൾ ഇത് അമാനി മൗലവിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാ. സഹോദരന്മാരെ, മുജാഹിദ് പാരമ്പര്യം ഒരിക്കലും അവകാശപ്പെടാനില്ല. ഇനിയോ ഞാൻ വേഗത്തിൽ പറയാം. നമുക്കറിയാം മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം. മാസപ്പിറവി മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടെന്താ? ഇത് അൽമനാറിന്റെ വിശേഷാൽ പതിപ്പാണ്. ഇത് ഈ അൽമനാർ ലേഖനവേദി സലാം സുല്ലമിയുണ്ട്, അതുപോലെ തന്നെ പിന്നെ CP ഉണ്ട്, ഇങ്ങനെ അതുപോലെ ഉമർ മൗലവിയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ അൽമനാറാണ്. ആ അൽമനാറിൽ മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട ലേഖനം നമുക്ക് കാണാം. സഹാബികൾ 29 മാസം നോക്കുക പതിവായിരുന്നു. കണ്ടാൽ പുതിയ മാസം പിറന്നതായി കണക്കാക്കും, കണ്ടില്ലെങ്കിൽ ആ മാസത്തിൽ 30 ദിവസം ഉണ്ടെന്ന് ഗണിക്കും. പക്ഷെ ഇന്നിപ്പോ ഇവർ മാസം കാണണ്ടെന്നാ കണക്ക് നോക്കി. അവിടെ മാസം ഉണ്ടായാൽ തന്നെ നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഇവർ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഖബറുലാഹാദായ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുകയില്ല. ഇതെന്റെ കേരളത്തിൽ മലക്ക് ജിന്ന് മനുഷ്യന്മാരണം ഒരു പഠനം അബ്ദുൽ ഹമീദ് മദീനി അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അഥവാ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ ഖബറുലാഹാദ് പറ്റുകയില്ല, മുത്തവാത്തിർ കൊണ്ട് തന്നെ അത് സ്ഥിരപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ വിശ്വാസകാര്യം എന്ന് പറഞ്ഞാൽ മലക്കളെ സംബന്ധിച്ചും ഖബർ ശിക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിൽ മുത്തവാത്തിറായ ഹദീസ് വേണമെന്നാണ്. യഥാർത്ഥ ഇത് ആരുടെ വാദമാണ് സഹോദരന്മാര്? ഇത് സമസ്തക്കാരുടെ വാദമാണ്. സമസ്തക്കാരിറക്കിയ SYSന്റെ 60ാം വാർഷിക പതിപ്പിൽ ഇത് കൃത്യമായി കൊണ്ട് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിൽ അവലംബം. എന്നാൽ ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കുറ്റമറ്റതായ സ്വഹീഹ ഹദീസുകൾ മാത്രം പോരാ, മറിച്ച് മുത്തവാത്തിർ വേണം. ഇത് സമസ്തക്കാരുടെ വാദമാണ്. ആ സമസ്തക്കാരുടെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ചില ആളുകൾ ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ സഹാബത്തിനെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടായി. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥ ഈ ശബാബിലൂടെ വന്നിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് മദീനി എഴുതിയ ലേഖനത്തിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ 2 മക്കളെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു എന്ന് ശബാബിൽ വന്നിട്ടുണ്ട്. ഇതുവരെ തിരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം നമുക്കറിയാം. ദജ്ജാൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ ദജ്ജാല് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല, പിന്നെ
ഒരു മസീഹുദ്ദജ്ജാലുണ്ട് എന്നതാണ് എന്ന വിശ്വാസം ശരിയല്ലെന്നും എല്ലാ കാലഘട്ടത്തിലും മസീഹുദ്ദജ്ജാൽ ഉണ്ടാകുമെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. അൽഫനാറിലൂടെ അബ്ദുസ്സലാം സുലമി ലേഖനത്തിൽ കാണാൻ കഴിയും. അതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട് അവർ സാധാരണ പറയാണ്, ഞങ്ങൾ എവിടെ ഖബർ ശിക്ഷയെ നിഷേധിച്ചത്? ഖബർ ശിക്ഷയെ നിഷേധിച്ചു എന്നതിന് തെളിവെവിടെ? ഇതാ ഖബർ ശിക്ഷ ഖുർആനിൽ പറഞ്ഞ, ഞങ്ങൾ ഇപ്പം ഇവിടെ ഈ പരപ്പനങ്ങാടിയിലുമുള്ള അതുപോലെ തന്നെ ശബ്ദം കേൾക്കുന്ന ബഹുമാനരായ മർക്കസ് അവരുടെ സഹോദരന്മാർ പിന്നെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു. സലാസുല്ലിമയുടെ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മർക്കസ് ഇറക്കിയിട്ടുള്ള ലേഖനങ്ങളിലോ ഈ വിളപ്പിന് ശേഷം വന്നിട്ടുള്ള ലേഖനങ്ങളിൽ ഖബർ ശിക്ഷയെ ശാരീരികവും ആത്മീയവുമാണ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരൂ. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. പക്ഷെ നിങ്ങളെഴുതിയ സ്വപ്നത്തിൽ പിന്നെ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാകുന്നു, അത് അഹ്ലുസുന്ന വിശ്വസിക്കുന്ന കാര്യമല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം ശരീരത്തിനും ആത്മാവിനും ഉണ്ടാകുമെന്നാണ്. ആ വിശ്വാസത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുഴിപ്പുറ സുല്ലിയുടെ ലേഖനത്തിൽ ഫിറൗനുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് അവിടെ പിന്നെ ആത്മീയമായ അനുഭവങ്ങൾ മാത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിർത്തി ശേഷം ഹദീസിലാണ് ശരീരത്തിന് അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞ വാചകം അയാൾ ഒഴിവാക്കിയിട്ട് പറയാണ്, ആത്മീയമായി ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അവസാനത്തിലൊരു കാര്യം കൂടി 10ാമത്തെ കാര്യം പറയണം. ഇതെൻ്റെ കളി ശബാബാണ്. നമുക്കിപ്പോൾ റബീഉൽ അവൽ മാസമാണല്ലോ. റബീഉൽ മാസത്തിൽ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ബുർദ. പക്ഷേ ഇത് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ബുർദയെ പറ്റി എന്തായിരിക്കും ലേഖനം വരെ? യാ അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി എന്ന് പറയുന്ന റസൂലുള്ളാഹിനെ വിളിച്ച് പച്ചയായി പ്രാർത്ഥിക്കുന്ന ബുർദയെ പറ്റി വിമർശിച്ചുകൊണ്ടല്ലാതെ അനുകൂലിച്ചേതായാലും ബുർദനെ പറ്റി ലേഖനം വരില്ലല്ലോ. എന്നാൽ ഇതിൽ കാണാം ഖസീദത്തുൽ ബുർദ. പ്രവാചക സ്നേഹം കാവ്യങ്ങളിൽ ആസ്വാദകരുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിച്ച കൃതിയാണ് ബുർദ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വികാരാർത്ഥ ആവിഷ്കാരമാണ് അറബി സാഹിത്യത്തിൽ ബുർദ. ബുർദയെ അങ്ങേയറ്റം പുകഴ്ത്തുന്നു മാത്രമല്ല, അതിൽ ശിർക്കിൻ്റെ വരികളെക്കുറിച്ച് കാമം വേണ്ടിയിട്ടില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ, എവിടേക്കാണ് ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുജാഹിദ് പാരമ്പര്യം ആർക്കാണെന്ന് വളരെ കൃത്യമായി ആളുകൾ വിലയിരുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.